നമുക്ക് ചില കാര്യങ്ങൾ മിററിൽ നോക്കേണ്ടി വരും. ഓക്കെ, മിററിൽ നോക്കി എങ്ങനെ എടുക്കേണ്ടതെന്ന് മാഡത്തിന് ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മാഡം ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്ടെ. ഓക്കെ അല്ലേ? ഈ മിററിൽ കൂടെ നോക്കിക്കേ. എനിക്ക് ഈ സൈഡിലാണ് വണ്ടി കൊണ്ടുവന്ന് ഇടേണ്ടത്. ഏതാ ഇതുണ്ടല്ലോ മറ്റേ കമ്പി ഉള്ള ആ സ്ഥലം സൈഡ്, അത് മാഡം ഈ കാറുമായിട്ട്, ഈ കാറിന്റെ ബോഡിയുമായിട്ട് നോക്കിക്കേ. ഈ കാർ എങ്ങോട്ടാണ് കിടക്കുന്നത്? അതിന് നേർക്കാണോ? അല്ല, ശരിയല്ല. കാറ് വേറെ ഡയറക്ഷനിലാണ് കിടക്കുന്നത്, അത് വേറൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ശരിയല്ല? മാഡത്തിന് എങ്ങോട്ടാണോ പോകേണ്ടത് ആ സൈഡിലേക്കൊന്ന് തിരിച്ചാൽ മാഡം. എനിക്ക് ഇവിടെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു, ചുമ്മാ തിരിച്ചു, മുഴുവൻ തിരിച്ചാ. ഓക്കെ, ഇനി ഈ മിററിൽ നോക്കിക്കോ. ഈ കാറിന്റെ ബോഡി കണ്ട, ഇനി നീങ്ങുമ്പോൾ അങ്ങോട്ടേ വരുള്ളൂ. പതിയൊന്ന് മാഡം നീക്കി നോക്കിക്കും. റിവേഴ്സിലാണ്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. പതിയൊന്ന് അനങ്ങി നോക്കട്ടെ. ഈ മിററിൽ നോക്കിക്കും. ഈ കാറിന്റെ അങ്ങോട്ട് ചരിഞ്ഞ് വരുന്ന കാണാൻ പറ്റും. കണ്ട, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനോട് വീതി കുറയുന്ന എപ്പോഴാണോ അവിടെ നിർത്തണം വണ്ടി. മാഡം ഇങ്ങനെ ചെല്ലും തോറും വീതി കുറഞ്ഞു വരും. കണ്ടാ, കുറഞ്ഞാ ഇനി ചെന്നാൽ അതേ ലേക്കാണ് പോകാൻ പോണത്. വീതിയാണ് നോക്കണ്ട, വീതി. അപ്പോൾ അവിടെ നിർത്തി വീതി നേരെയാക്കുന്നത് എങ്ങനെയാണെന്ന് മാഡത്തിന് അറിയാം. ഒരു റൗണ്ട് പോകും. ഓക്കെ അല്ലേ? ഇനി പിന്നിലേക്ക് ചെല്ലുന്നവർ ഈ ബോഡി കണ്ട അതേലേക്ക് പോകരുത്, അതിൽ നിന്ന് അകന്നും പോകരുത്. ഓക്കെ അല്ലേ? പയ്യെ ചെല്ലും. അതിനെങ്ങോട്ട് മാറ്റേണ്ടി വരുമോ അത് മാഡം മാറിക്കൊടുക്കും. നേരെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആ കമ്പിയിലേക്കായിരിക്കും ഇത് പോകാൻ പോകണം. അപ്പോൾ ചെറിയൊരു ബെൻഡ് ഇട്ട് കൊടുക്കും. മാറുന്നതായിട്ട് മാഡത്തിന് തോന്നുന്നുണ്ടാവുന്നു. ശരിയല്ല? മാറുന്നുണ്ടെങ്കിൽ, ഓടാൻ സ്ഥലവും ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ തിരിക്കണ്ട. മാറുന്നില്ലെങ്കിൽ വീണ്ടും തിരിക്കണം. അതിനടുത്തേക്ക് എത്തും തോറും വണ്ടി മാറുന്നില്ലെങ്കിൽ വീണ്ടും തിരിക്കണം. ചെല്ലും തോറും മാറുന്നുണ്ട്. നമുക്ക് ഓടാൻ സ്ഥലം ഉള്ളതുകൊണ്ടാണ്. ശരിയല്ലേ? കറക്റ്റല്ലേ? എനിക്ക് ഈ വണ്ടി നേരെയാക്കണമെന്നില്ല. ഇതിപ്പോൾ നേരെയാണ് കിടക്കുന്നത്. നോക്കി എങ്ങനെ നോക്കും? നേരെയാക്കണം. ഇങ്ങോട്ട് മാറി. അതല്ല, ഈ കാർ എങ്ങോട്ട് മാറിയാൽ നേരെയാവും. മേഡം നോക്കിക്കേ, ഇവിടെ കൂടെ നോക്കി ഇങ്ങോട്ട് മാറിയാൽ ഈ വണ്ടി നേരെയാവും. ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റ് പോകാം. അപ്പോൾ റൈറ്റിലേക്ക് തിരിച്ചു മേഡം. എന്നിട്ട് പതിയൊന്ന് അനങ്ങി നോക്കിക്കുക, ഇത് നേരെയാവുമെന്ന് നോക്കി. മാഡത്തിന് നേരെ ഒരു കാഴ്ച കിട്ടും. ഈ കാറിന് ഇതിന് ഇടയ്ക്ക് നേരെ ഒരു കാഴ്ച ഉണ്ടാവും. പതിയെ ബ്രേക്ക്. രണ്ടിൻ്റെ ഇടയ്ക്കൊരു കാഴ്ച വരും. ബ്രേക്ക് കിട്ടിയാ അപ്പോഴാണ് വണ്ടി നേരെയാവുന്നത്. അല്ലാതെ ഇങ്ങനെ ബോഡി ലെവൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെ ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ ഒരു വ്യൂ ഉണ്ടെങ്കിൽ വണ്ടി നേരെയാണ്. ഇത് ഞാൻ നിന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഇത് നേരെയാണ്. എൻ്റെ നേരെ വന്നാൽ എന്നെ ഇടിക്കും വണ്ടി. എന്നെ ഇടിക്കാതെ പോകണമെങ്കിൽ ഇങ്ങനെയായിരിക്കണം കാണേണ്ടത്. ഒരു ഗ്യാപ്പ് ഇതിൻ്റെ രണ്ടിനും ഇടയ്ക്ക് ഉണ്ടാവണം. അതിന് മേഡം എങ്ങോട്ട് മാറ്റേണ്ടി വരുമോ അങ്ങോട്ടെല്ലാം സ്റ്റിയറിംഗ് തിരിക്കേണ്ടി വരും. ഫിക്സഡ് ആയിട്ടൊരു പൊസിഷനൊന്നും ഇല്ല. അപ്പോൾ മേഡത്തിന് എവിടെയാണോ വണ്ടി കൊണ്ടുപോകേണ്ടത് ആ സൈഡിലേക്ക് തിരിച്ചാൽ മാത്രമേ വണ്ടി അങ്ങോട്ട് വരുള്ളൂ. ഓക്കെയാണോ? മനസ്സിലാവുന്നുണ്ടോ?
കാര്യം ചെയ്യാൻ പഠിക്കുന്നതല്ല, ആ തീരുമാനം ഷാർപ്പായിരിക്കണം. എങ്ങോട്ട് മാറിയാലാണ് അയാളെ സേഫ് ആക്കാൻ പറ്റുന്നത്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചോണം. റൈറ്റ് മാറിയിരുന്നെങ്കിൽ ഇത്ര റിസ്ക് ഇല്ലായിരുന്നു. ലെഫ്റ്റ് മാറിയപ്പോൾ എന്ന് വെച്ചാൽ അയാൾ വണ്ടിയുടെ നടുക്കായി പോയി കിടക്കും. എങ്ങോട്ട് മാറ്റിയാൽ എളുപ്പം കിടക്കുന്ന അയാളെ ഒഴിവാക്കാൻ പറ്റുന്ന അങ്ങ് മാറിപ്പോയിക്കോണം. ഒരു പൈസ അങ്ങനെ പോയാൽ അയാൾക്ക് തട്ടത്തില്ല. സാരമില്ല, ആ സ്ലോപ്പിൽ അങ്ങ് പോകണതാ, റിവേഴ്സ് തന്നെ പോകത്തുള്ളൂ. ആണല്ലോ, തട്ടത്തില്ലാന്ന് അറിയുമ്പോൾ നേരെ ആക്കിയേക്കണം. വീണ്ടും അടുത്ത മിറർ ചെക്ക് ചെയ്തണം. തിരിക്കരുത്, നേരെ ആക്കിയാൽ മാത്രം മതി വീല്. എന്നെ തട്ടില്ലാന്ന് കണ്ടാൽ പിന്നെ എൻ്റെ അടുത്ത് അകലുകയും വേണ്ട, എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യരുത്. വണ്ടി അകലുകയാണേ പയ്യ അനങ്ങി അനങ്ങി നോക്കണം. നമുക്ക് ചുമ്മാ തിരിച്ചുകൊണ്ടിരിക്കരുത്, അനങ്ങി അനങ്ങി നോക്കും. പിന്നെ അകലുക അടുക്കുക വല്ലതും ചെയ്യുന്നുണ്ടോ കേട്ടാ? ഓക്കെ ആണോ? അനങ്ങുമ്പോൾ അറിയാൻ പറ്റണം മേഡം, ശരിയാണോ തെറ്റാണോ. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും നോക്കപ്പം. ഇപ്പൊ എളുപ്പത്തൊട്ടു അയാളാ ഇങ്ങനെ പോയാല്. ഇങ്ങനെ പോയാൽ ഇനി ബാക്ക് അയാളിൽ നിന്ന് മാറിക്കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? തിരിയുന്നില്ല. പതുക്കെ വിട്ടു നോക്ക്. ബാക്ക് അവിടുന്ന് അകന്ന് പോണതുണ്ടോ? അകന്ന് തട്ടത്തില്ല എന്ന് പറയുമ്പോൾ വണ്ടിയുടെ വീല് നേരെ ആക്കിക്കണം. പിന്നെയും പതുക്കെ ഇറങ്ങി തിരിക്കരുത്, ചുമ്മാ ഇട്ട് തിരിക്കരുത്. എന്നിട്ട് വണ്ടി പതുക്കെ വിട്ടു കൊടുത്തു നോക്ക്. റിവേഴ്സിൽ തന്നെ പോട്ടെ. നേർക്കാണോ ചെല്ലുന്ന? അപ്പൊ എന്ത് ചെയ്യണം? അയാളെ തട്ടാതിരിക്കണേ എന്ത് ചെയ്യണം? തിരിക്കും. വീണ്ടും 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 തിരിച്ചോണം അങ്ങോട്ട്. തിരി തട്ടില്ലാന്ന് തോന്നിയാൽ പിന്നെ നീങ്ങാൻ നോക്കരുത്. പിന്നെ നിവർന്നേ നീങ്ങാവുള്ളൂ. അനങ്ങുമ്പോൾ മേഡത്തിന് അറിയാം എങ്ങോട്ടാ പോകാൻ പോണേ. കണ്ടാ എങ്ങോട്ടാ പോകാൻ പോണേ. അപ്പൊ എന്ത് ചെയ്യണം? പിന്നെ അങ്ങോട്ട് തിരിക്കുന്നവരെ എന്ത് പറ്റും? നേരെയായിട്ട് അങ്ങോട്ടാ തിരിക്കുന്നത്. മേഡം വണ്ടി എങ്ങോട്ടാ പോണേന്ന് നോക്കും. വെറുതെ കൊടുത്തിരുന്നു പയ്യൊന്ന് അനങ്ങി നോക്കും. വണ്ടി എങ്ങോട്ടാ പോണേന്ന് അറിയാൻ പറ്റും. എങ്ങോട്ടായിട്ട് പോകണം? ബാക്കിൽ ഏത് സൈഡിലേക്കാണ് പോകണം? നോക്കിക്കൊണ്ടോ ഏത് സൈഡിലേക്കാണ് പോകണം? നേരെയാണ്. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചാൽ നേരെയാവും. വണ്ടി എങ്ങോട്ടാ പോകുന്നത്? റൈറ്റിലേക്കാണോ പോകുന്നത്? ഉറപ്പാണ്. പത്തി മിററിലൊന്ന് നോക്കി പയ്യൊന്ന് നീങ്ങി നോക്കിയാൽ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ തിരിക്കരുത്. വണ്ടി എങ്ങോട്ടാ പോണേന്ന് നോക്കി. റൈറ്റ് ഇതാണ്, ലെഫ്റ്റ് അതാണ്. വണ്ടി എങ്ങോട്ടാ പോണേന്ന് നോക്കി.
റൈറ്റ് ആണോ ലെഫ്റ്റ്? മേഡം ഫ്രണ്ടിൽ നോക്കരുത്, ഇവിടെ തന്നെ നോക്കാം. എങ്ങോട്ടാ പോണേ? റൈറ്റ് ആണ്. മേഡം മുന്നിൽ നോക്കുന്നുണ്ട്, അതാ പ്രശ്നം. മുന്നിൽ പുറകോട്ട് ഓടാൻ പോണ വണ്ടിയുടെ മുന്നിൽ നോക്കിയിരുന്നാൽ അറിയാൻ പറ്റില്ല എങ്ങോട്ടാണ്. ഇവിടെ തന്നെ നോക്കി കണ്ടുപിടിക്കണം ഇത് വണ്ടി എങ്ങോട്ടാ നേരെ ആവുന്നത്. നേരെ ആവുന്ന എപ്പോഴാണ്? ഇപ്പം നേരെയാണ്. എങ്ങോട്ട് വരണം നേരെ ആവുന്നത്? ഈ വണ്ടി കിടക്കാൻ നോക്കിയത് നേരെയാണ്. നേരെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം തിരിച്ചാൽ മേഡം ലെഫ്റ്റിലേക്ക്. നേരെയാണെന്ന് എപ്പോൾ എങ്ങനെ അറിയും മേഡം? മൂവ് ആകുമ്പോഴല്ല, ഈ റോഡിലെ കാഴ്ച വെച്ച് എങ്ങനെ അറിയുന്നത് നേരെയാണോ? അതേ നോക്ക്, നേരെ ഒരു കാഴ്ച മേഡത്തിന് കിട്ടുന്നത് ആ റോഡ് തെളിഞ്ഞ് വരും. വരട്ടെ, പതിയെ ഈ വരയ്ക്ക് അകത്തൂടെയും കയറരുത്, പുറത്തൂടെയും പോവാതെ ഈ ഇറങ്ങി കയറുന്നത് പോകണം. അതിനാലോ അത് കാണാലോ, അല്ലെങ്കിൽ കാഴ്ച എടുക്കരുത് കേട്ടോ. അപ്പോൾ അതന്നെ ഈ ലൈൻ ചേർന്ന് അകത്തും പുറത്തും ഇറങ്ങാത്ത രീതിക്ക്. പഴുപ്പ് എങ്ങനെയുണ്ട് മേഡം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ നല്ലൊരു ട്രാഫിക് ആയിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടിച്ച ട്രാഫിക്. അത് സ്ലോ ചെയ്ത് കൊടുക്കണം. കുഴപ്പമുണ്ടോ? ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? നല്ല വണ്ടിയാ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമുക്ക് പമ്പിൽ കയറി വേണ്ട, വേറെ കമ്പി. ഇപ്പം ഇവിടെ കയറിയാൽ ഈ ബ്ലോക്കിനകത്ത് എല്ലാം കൊടുക്കും. പിന്നെ ഇത് കുറച്ച് മാൻ പവറിൽ ഓടുക. നമ്മളെ 3 പേരും തള്ളിയ വണ്ടി ഓടുക. ഏതാ ഈ വണ്ടിയാ. ഞങ്ങള് 3 പേരും കൂടെ. വലത്ത് നോക്കുമ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞില്ല, അത് അവന്റെ കയ്യിലിരിപ്പോണ്ടേ അവൻ ഇവിടെ വന്ന് ഇടിമേടിക്കുള്ളൂ. അവനെ രക്ഷിക്കാൻ നോക്കി ഇവിടെ നിൽക്കുന്ന ഒരു നിരപരാധിയെ തട്ടിയിടേണ്ടി വരും നമ്മള്. അമീനാണ്, നോക്കണ്ട, സ്ലോ ചെയ്തു നിർത്തിക്കൂടെ. അയാൾ എന്താണ് ചെയ്യണേന്ന് നോക്കുക. സ്വല്പം റൈറ്റിലോട്ട്. വലത്തോട്ട് തിരിക്കും, നീങ്ങണ്ട, തിരിക്കും. ആ മതി, പോട്ടെ. തിരിച്ചിട്ടില്ല, നീങ്ങരുത്. ഇനിയും തിരിക്കണം, വേണ്ട. പയ്യാനങ്ങട്ടെ, മതി. നേരെയാക്കി കൊണ്ടുപോയി. വലത്ത് ശ്രദ്ധിക്കരുത്, ഇവിടെയാണ് ശ്രദ്ധ. നമ്മളവിടെ നിർത്തി കൊടുത്തേക്കണം. ഇനി ഒറ്റയ്ക്കേ ഉള്ളു, അവിടെ നിർത്തിയേക്കണം. തിരിക്കണ്ട, നീങ്ങാൻ വേണ്ട. അയാൾ തിരിച്ചു പൊക്കോളും പുറകോട്ട്. ഇപ്പൊ ബ്രേക്ക് കാലം ഒന്നുമില്ല, അത് തന്നെ എല്ലായിടത്തും വേണ്ടത്. ആ കണ്ണ് ഓടിക്കൊണ്ടിരിക്കണം തിരക്കുള്ള കാലത്ത്. ഇപ്പൊ മേഡം തന്നെയാണെങ്കിലും അറിയാലോ, തിരക്കുള്ള കാലത്ത് നമ്മൾ ഗ്യാപ്പ് കിട്ടിയാൽ നടന്ന് കയറുമല്ലോ. അതേപോലെ എല്ലാരും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഹോൺ അടിക്കുന്ന ഒന്നും ശ്രദ്ധിക്കേണ്ട. പറക്കുന്നുണ്ടോ ശംഭു? സാറ് നമ്മളോട് പറഞ്ഞ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലാന്ന്. മേഡത്തിന്റെ ഇച്ചിരി സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് മേടിക്കണം അല്ല? ബാലൻസ് ചെയ്യുന്നില്ല സാറേ? അല്ലെങ്കിൽ ആ ട്രാഫിക് ഇച്ചിരി കുരുക്ക് പിടിച്ച ട്രാഫിക് ആയിരുന്നു. കുഴപ്പമില്ല. അത്രയും പോലീസും എല്ലാം കൂടെ നിൽക്കുമ്പോഴേ അത് ടൈറ്റ് ട്രാഫിക്. അല്ലെങ്കിൽ അവന്മാർ അത്രയും പോലീസിനെ അവിടെ ഇടത്തില്ല. ഇത് അകത്ത് പോവാതെ നോക്കണം കേട്ടത്. ഇത് അകത്ത് പിടിച്ചാൽ ബലം കൊടുക്കും, അപ്പോളെ വെട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട്. എതിരെ വന്നവനെ കണ്ട് ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. നമുക്കൊരു ലിമിറ്റ് ഉണ്ട് റോഡിന്, അതിനപ്പുറം ഒരുത്തനും വേണ്ടി മാറി കൊടുക്കരുത്. ഞാനല്ല അങ്ങനെ മാറി കൊടുക്കേണ്ടത്. ഇപ്പൊ ആ ബൈക്കുകാരൻ വന്നപ്പോൾ നിർത്തിയ പോലെ അവിടെ നിർത്തിയേക്കണം വണ്ടി. കുറച്ചാളത്തേക്ക് ശംഭു പറഞ്ഞ പോലെ അത് 2-3 എടുത്ത് മാറ്റിച്ച് വെച്ച് കൊടുക്കണം. അത് വേണ്ട, അതൊരു തടസ്സം. ബുദ്ധിമുട്ടുണ്ടേ. വെയിലടിക്കുമ്പോ അത് പ്രശ്നം. ഇറക്കി വെക്കാം. വെയിലടിക്കുമ്പോ പ്രശ്നം വരും, റിഫ്ലക്ട് ചെയ്യും. അത് ഫ്രണ്ട് ഇരിക്കുന്നത് എനിക്കങ്ങോട്ട്